بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان، ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر، ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا، ولكن الله يزكي من يشاء، والله سميع عليم. صدق الله مولانا العظيم. صدق وصدق وبلغ رسوله النبي الأمين الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل وسلم وبارك عليه. الصلاة والسلام عليك يا سيدي يا رسول الله. أنت عمدتي يغثني في شدتي وكربتي يا رسول الله. اللهم صل وسلم وبارك عليه، وصل على جميع الأنبياء والمرسلين وعلى ملائكتك الكرام أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, ഉമ്മറ നേതാക്കളെ, ഈ ഉറൂസ് പരിപാടിയിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സംബന്ധിച്ച സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഉമ്മവെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, സഹകാരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും വിജയത്തിലാക്കി തരുമാറാവട്ടെ. ശാരീരിക, മാനസിക, പൈശാചിക രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്കെല്ലാം കാവൽ നൽകുമാറാവട്ടെ. ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ഈമാനുള്ള, ഹിദായത്തുള്ള, തഖ്വയുള്ള ദീർഘായുസ്
അള്ളാഹു നമുക്കെല്ലാം ഏറ്റിത്തരുമാറാവട്ടെ. ആഖിബത്ത് നന്നായി ഈമാനോടുകൂടി മരണപ്പെട്ട് സ്വാലിഹീങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ സംഗമിക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസിന്റെ മഹത്തായ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നാം എല്ലാവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തൊരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടികൾക്കൊന്നും പ്രത്യേകമായ നിയമങ്ങളോ കൽപ്പനകളോ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അതേ സമയത്ത് ജീവിതത്തിന്റെ നികല മേഖലകളിലും ഒരുപാട് കൽപ്പനകളും ഒരുപാട് വിരോധനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരായ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്രകാരം സ്വേച്ഛാധിപതികളായി ഈ ലോകത്ത് ജീവിക്കാൻ അവസരമില്ല. അങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് തോന്നിയതനുസരിച്ച് ജീവിക്കാൻ അവസരമുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് അംബിയ മുർസലീങ്ങളെ ഈ ലോകത്തേക്ക് നിയോഗിക്കുകയില്ലായിരുന്നു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ നൽകുകയില്ലായിരുന്നു. അതുപോലെ നന്മ തിന്മ എന്ന് പറയുന്ന രീതിയിൽ ഇനം തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിശ്ചയിക്കുകയില്ലായിരുന്നു. പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗം നരകം ഇങ്ങനെ രണ്ട് ഇടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയില്ലായിരുന്നു. അതേ സമയത്ത് നന്മ തിന്മ എന്ന രണ്ട് ഇനങ്ങൾ ഈ ലോകത്ത് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ നന്മ തിന്മകൾ മനുഷ്യൻ സ്വതന്ത്രമായി ചെയ്യുവാനുള്ള അവസരങ്ങളും ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അതുപോലെ ആഖിറത്തിൽ സ്വർഗം നരകം എന്ന രണ്ട് ഇടം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിശ്ചയിച്ചത് വെറുതെയല്ല. ശരിക്കും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വളരെ വ്യക്തമായ രീതിയിൽ സ്വർഗം അവർക്ക് കൃത്യമായി നൽകുന്നതിനു വേണ്ടിയാണ്. അതേ സമയത്ത് അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകകൾ പിന്തുടരാതെ തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് വളരെ ശക്തമായ നരകവും നൽകാനാണ് അല്ലാഹു തആല അതെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നേരായ വഴി ഏതാണ്, തിന്മയുടെ വഴി ഏതാണ്, ഈ എല്ലാ വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ അമ്പിയാക്കളിലൂടെ, അമ്പിയ മുർസലീങ്ങളിലൂടെ, സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊഹു. ഈ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും മഹാന്മാരെല്ലാം സഞ്ചരിച്ച വഴിയുണ്ടല്ലോ, ആ വഴി അത് യഥാർത്ഥത്തിൽ മുസ്തഖീമായ നേരായ വഴിയാണ്.
അതുകൊണ്ട് ഫത്തബിഊഹു, ആ ശരിക്കുള്ള വഴി അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്, തുടർന്നുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. വലാ തത്തബിഉ സുബുല, മറ്റുള്ള വഴികളിലേക്കൊന്നും നിങ്ങൾ തെന്നിമാറാൻ പാടില്ല. വേറെ ഏതൊരു വഴിയും നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. ഫതഫറക ബികും അൻ സബീലിഹി, അങ്ങനെ വേറെ വഴിയിലേക്ക് നിങ്ങൾ പോയാൽ ശരിക്കുള്ള വഴികൾ കിട്ടാതെ നിങ്ങൾ വഴി പിഴച്ചു പോകും. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി, നിങ്ങൾ സച്ചരിതരാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഇത് ഉപദേശിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, താന്തോന്നികളായി സ്വന്തം ഇഷ്ടത്തിൽ ഈ ലോകത്ത് നാം ജീവിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. നാം ഇപ്പോൾ വളരെ സ്വച്ഛന്തമായി നല്ല രീതിയിൽ ഈ ലോകത്ത് പല മഹാന്മാരെയും മാതൃകകളാക്കിയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻഗാമികളാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ അവരെ മാതൃകയാക്കാനാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. വസ്സാബികൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, വസ്സാബികൂനൽ അവ്വലൂന, മുൻഗാമികളായ മഹാന്മാർ, മിനൽ മുഹാജിരീന വൽ അൻസാർ, അത് മുഹാജിറുകളായാലും അൻസാറുകളായാലും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, വളരെ നല്ല രീതിയിൽ ആ മഹാന്മാരെ തുടർന്നുകൊണ്ട് ജീവിച്ചവർ. അതേ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, വളരെ നല്ല രീതിയിൽ ആ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചവർ. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു അവരെ തൊട്ട് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്, അവർ അല്ലാഹുവിനെ അങ്ങോട്ടും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുക്കുന്ന വിശാലമായ സ്വർഗത്തെ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹാ അബദാ, എന്നേക്കുമായി അവർ ആ സ്വർഗലോകത്തിൽ താമസിക്കുന്നവരാണ്. ദാലിക്കൽ ഫൗസുൽ അളീം, അത് ഏറ്റവും വലിയ വിജയമാണ് കേട്ടോ. ഓ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെയെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ മുൻഗാമികളായ മാതൃകാ പുരുഷന്മാരായ അമ്പിയാക്കളെയും മൗലിയാക്കളെയും സ്വഹാബത്തിനെയും സ്വാലിഹീങ്ങളെയും പിന്തുടർന്നുകൊണ്ട് ജീവിക്കാനാണ്. സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാൻ ഒരിക്കലും പറ്റൂല. ഔലിയാക്കളിൽ പ്രമുഖരായ മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ അനുയായികൾക്കും മുരീദുമാർക്കും നൽകിയ ധാരാളം ഉപദേശങ്ങളുണ്ട്, നസീഹത്തുകളുണ്ട്. അതിലേറ്റവും പ്രധാനമായി മഹാനവറുകൾ പറയുന്നത് ഇത്തബിഊ വലാ തബ്തദിഊ, ഇത്തബിഊ, നിങ്ങൾ മഹാന്മാരെ അനുസരിച്ചുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം, നിങ്ങളെ മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം. വലാ തബ്തദിഊ, നിങ്ങൾ ഒരിക്കലും മുബ്തദികളാകരുതേ. ഈ ആശയം സഹോദരന്മാരെ, ഈ വിഷയം മഹാനായ ഗൗസുൽ ആലം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് നമ്മുടെ ആശയങ്ങൾ ക്ലിയർ ആകണമെന്നതിനെ സംബന്ധിച്ചാണ്. ഓ മനുഷ്യന്മാരെ, ഇത്തബിഊ, നിങ്ങൾ അമ്പിയാക്കളെ തുടർന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത്, നിങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനെ പിന്തുടർന്നുകൊണ്ടാ ജീവിക്കേണ്ടത്. എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു വലാ തബ്തദിഊ,
നിങ്ങൾ ഒരിക്കലും പുതിയ ആശയക്കാരാകരുത്, പുതിയ വാദം ഉന്നയിക്കുന്നവരാകരുത്. ലോകത്തെ എല്ലാ മഹാന്മാരും നമ്മളോട് പഠിപ്പിക്കുന്നതും കൽപ്പിക്കുന്നതും ഈ ആശയം തന്നെയല്ലയോ? അതുകൊണ്ട് സഹോദരന്മാരെ, സാലിഹീങ്ങളെ മുൻഗാമികളെ തുടർന്നുകൊണ്ട് നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നാം കൽപ്പിക്കപ്പെട്ടവരാ, നിയോഗിക്കപ്പെട്ടവരാണ്. ആ മുൻഗാമികളായ കഴിഞ്ഞുപോയ മഹാന്മാര്, ആ മഹാന്മാരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളായ ഔലിയാക്കള്, സ്വഹാബത്ത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നമ്മളിപ്പോൾ ഇവിടെ വലിയ ഉറൂസ് നടത്തുകയാണ്. മഹാനായ സയ്യിദ് മദനി തങ്ങൾ പാപ്പയുടെ സിയാറത്ത് നടത്തുകയാണ്. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ട് മഹാനവറുകളോട് നമ്മുടെ അതേ അവലാദികൾ പറയുകയാണ്. അതിനൊക്കെ അവിടെ നിന്ന് പരിഹാരം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലാണ് മഹാന്മാരായ സ്വഹാബത്ത് ജീവിച്ചത്, താബീങ്ങൾ ജീവിച്ചത്, തബഉ താബീങ്ങൾ ജീവിച്ചത്. ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാര് മുഴുവനും അങ്ങനെയല്ലേ ജീവിച്ചത്. അതേ സമയത്ത് ഔലിയാക്കളെ പറ്റൂല, ഉറൂസ് പറ്റൂല, മൗലിദ് പറ്റൂല, റാത്തീബ് പറ്റൂല തുടങ്ങിയ ആശയങ്ങൾ പുതിയ ആശയങ്ങളാണ്, പുത്തൻ ആശയങ്ങളാണ്. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർ ഈ ലോകത്തൊരൊറ്റ ഔലിയാക്കളുമില്ല, ഒരൊറ്റ സ്വാലിഹീങ്ങളുമില്ല. ഔലിയാക്കളിൽ ഒരാളും പുത്തൻവാദികളില്ല, പുത്തൻവാദികളിൽ ഒരാളും ഔലിയാക്കളില്ല. അതേ സ്വാലിഹീങ്ങളിൽ ഒരാളും ബിദ്അത്തുകാരില്ല, ബിദ്അത്തുകാരിൽ ഒരാളും സ്വാലിഹീങ്ങളുമില്ല. അതുകൊണ്ട് സ്വാലിഹീങ്ങളെ തുടർന്നുകൊണ്ട് ജീവിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും ഔലിയാക്കളും നമ്മളോട് നിർദ്ദേശിക്കുന്നു. തോന്നിവാസികളായി ജീവിച്ചുകൂടാ. അതേ സമയത്ത് സഹോദരന്മാരെ, ഇത് ആശയപരമായിട്ടാണെങ്കിൽ നമ്മുടെ കർമ്മപരമായിട്ടും നമ്മുടെ എല്ലാ ആചാരങ്ങളും സുഹൃത്തുക്കളെ അത് മഹാന്മാരെ തുടർന്നുകൊണ്ടാണ് വേണ്ടത്. മഹാന്മാരെ തുടർന്നുകൊണ്ടാണ് നമ്മുടെ സർവ്വ ആശയങ്ങളും വേണ്ടത്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വഖതദൂ ബിഹദീ നബിയികും, നിങ്ങൾ നിങ്ങളുടെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിക്കുക. കാരണം ഫഇന്നഹു അഫ്ളലുൽ ഹുദാ അഫ്ളലുൽ ഹദീ, അതേറ്റവും നല്ല വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടർന്ന് ജീവിക്കൽ അതേറ്റവും നല്ല അഫ്ളലായ വഴിയാണ്. വസ്തന്നൂ ബിസുന്നതിഹി, ഓ ജനങ്ങളെ, നിങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെയാണ് ചെറിയാണ് തുടരേണ്ടത്. ഫഇന്നഹാ അഹ്ദുസ്സുനനി, അതേറ്റവും നല്ല മാതൃകയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയേക്കാൾ നല്ല വേറൊരു മാതൃകയില്ല. ആ ചെറിയേക്കാൾ നല്ലൊരു ചെറിയയില്ല. ആ ചെറിയ തുടർന്നുകൊണ്ട് ജീവിച്ചവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. അവരെ തുടർന്ന് ജീവിച്ചവരാണ് താബിഊകള്, അവരെ തുടർന്ന് ജീവിച്ചവരാ തബഉ താബീങ്ങള്. അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മുൻഗാമികളും മഹാന്മാരെ തുടർന്ന് ജീവിച്ചവരാ. ഓ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ആധുനിക തലമുറയാണ്, ന്യൂ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ ഒരിക്കലോ മുൻഗാമികളെ വാക്ക് കേൾക്കാൻ തയ്യാറല്ല. ഉപദേശിക്കുന്നവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. എത്രയോ മഹാന്മാര് നന്മകൾ നമ്മളെ ഉപദേശിക്കുകയാണ്. ഓ ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ആയുസ്സിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണല്ലോ നമ്മുടെ യുവത്വം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ യുവാക്കൾ എന്ന വിഷയമാണല്ലോ സഹോദരന്മാരെ ഇന്ന് നമുക്കുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നൽകുന്നത് അവന്റെ യൗവനമാണ്, യുവത്വമാണ്. യുവത്വം നഷ്ടപ്പെടുന്നത് ആർക്കും ഇഷ്ടമില്ല, അല്ലേ സഹോദരന്മാരെ? നമ്മളോട് ആര് ഏജ് വയസ്സ് ചോദിച്ചാലും 45 വയസ്സായ നമ്മൾ പറയുന്നത് 40 എന്നാണ്. 40 കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഒരു ഡോക്ടർ നമ്മളോട് ചിലപ്പോൾ നമ്മൾ ചികിത്സക്ക് വേണ്ടി പോയപ്പോ ഡോക്ടർ വയസ്സ് ചോദിക്കും. വയസ്സ് ചോദിച്ചപ്പോ നമ്മള് 50 ആയിട്ടുണ്ടെങ്കിലും 50 ആയി എന്ന് പറയൂല, 40 കഴിഞ്ഞു എന്നാ പറയല് സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് ആരും വയസ്സായി പ്രായമായി എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. യൗവനമാണ്, യുവത്വമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. കാരണം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർനാമ പ്രവർത്തനങ്ങളും നടക്കുന്നത് യുവത്വത്തിലാണല്ലോ. അതുകൊണ്ടാണ് യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും മഹത്വമുള്ള കാര്യമായി നാം മനസ്സിലാക്കിയത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, 3 കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല. 3 കാര്യങ്ങൾ സഹോദരന്മാരെ, അത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ചാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതിലൊരു കാര്യമാണ് യുവത്വം എന്ന് പറയുന്നത്. അത് ആഗ്രഹിച്ചത് കൊണ്ട് തിരിച്ചു കിട്ടൂല. ആരോഗ്യം എന്ന് പറയുന്നത് മരുന്ന് കഴിച്ചത് കൊണ്ട് തിരിച്ചു കിട്ടൂല. സഹോദരന്മാരെ, അൽ ഗിനാ ബിൽ മുനാ, സമ്പത്ത് എന്ന് പറയുന്നത്, സാമ്പത്തികമായ ശേഷി എന്ന് പറയുന്നത് അത് ആഗ്രഹിച്ചാൽ കിട്ടാത്ത കാര്യമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഗിനാ ബിൽ മുനാ, ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ വലിയ മുതലാളിയാകണം, ഞാൻ വലിയ പണക്കാരനാണ് എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് പണം കിട്ടൂല സഹോദരന്മാരെ. പണം കിട്ടണമെങ്കിൽ അധ്വാനിക്കണം, പണം കിട്ടണമെങ്കിൽ കഷ്ടപ്പെടണം, അധ്വാനിച്ച് പഠിക്കണം. പഠിച്ചാൽ തന്നെ നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. സഹോദരന്മാരെ, നമ്മളെ കൂട്ടത്തിൽ പല ചെറുപ്പക്കാരുണ്ട്, ജോലി എടുക്കൂല, വെറുതെ അങ്ങോട്ട് നടക്കും. ചോദിച്ചാ പറയും, ഉസ്താദേ ഞാൻ ഡിഗ്രി ആക്കിയിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സാണ്, അഥവാ മറ്റേതെങ്കിലും കോഴ്സിനെ സംബന്ധിച്ച് പറയും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇപ്പൊ ജോലി ഇങ്ങനെ തേടി നടക്കുകയാണ്. പക്ഷേ നമ്മൾ ആ സമയത്തൊന്നും ഒരൊറ്റ ജോലിക്കും പോകൂല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സഹോദരന്മാരെ. പലരും പഠിക്കാൻ തന്നെ പലപ്പോഴും തയ്യാറാകൂല. അൽഹംദുലില്ലാ, ഇപ്പൊ SSLCയുടെ മാർക്ക് ഈ വർഷം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ വലിയ സന്തോഷമാണ്. നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥിനികൾ വലിയ മാർക്കുകളൊക്കെ നേടിയവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. സഹോദരന്മാരെ, വലിയ സന്തോഷമാണ്. നമ്മൾ പഠനരംഗത്തും വളരെ സജീവമായി ഉണ്ടാകണം. അത് ഭൗതിക പഠനമായാലും ആത്മീയമായ പഠനമായാലും നമ്മൾക്ക് പഠനം വേണം. നമ്മൾക്ക് നല്ല കഴിവുകൾ വേണം, അറിവുകൾ വേണം. സുഹൃത്തുക്കളെ, അറിവില്ലാതെ ഒന്നും നേടാൻ കഴിയൂല. സാധാരണഗതിയിൽ ഇവിടുന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ, നമ്മൾ വാങ്ങിയ സർട്ടിഫിക്കറ്റുകൾ ഗൾഫിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മൾ നടത്തുകയാണ്. പക്ഷെ നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരിൽ പലരും നമ്മൾ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത് എന്താ സഹോദരന്മാരെ? കുറെ ചിപ്സ് കിട്ടിയതും അതുപോലെ തന്നെ കുറെ പഴംപൊരിയും അങ്ങനെ കുറെ ബേക്കറി സാധനങ്ങളാണ് നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ പാക്കാക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല വേണ്ടത് സഹോദരന്മാരെ. നല്ല ഡിഗ്രിയുടെ, നല്ല പഠിച്ച പഠനത്തിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് സമ്പാദിച്ച് നമ്മൾ അതാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ സുഹൃത്തുക്കളെ, ഇത്തരം കാര്യങ്ങളല്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല വിജയങ്ങൾ നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് വെറുതെ നടക്കാൻ പാടില്ല. യുവത്വത്തിൽ നമ്മൾക്ക് എല്ലാം സമ്പാദിക്കാൻ കഴിയണം. ദുനിയാവ് സമ്പാദിക്കാൻ കഴിയണം, ആഖിറം സമ്പാദിക്കാൻ കഴിയണം. സഹോദരന്മാരെ, വെറുതെ നടക്കുന്നത് ശരിയല്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അൽ മുഅ്മിനുൽ മുഹ്തരിഫ്,
ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അൽ മുഅ്മിൻ അൽ മുഹ്തരിഫ്, അതായത് ജോലി ചെയ്ത് നടക്കുന്ന യുവാവിനെയാണ്, ചെറുപ്പക്കാരനെയാണ്, മുഅ്മിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. ജോലിയില്ലാതെ നമ്മൾ നടക്കരുത് സഹോദരന്മാരെ. എത്രയോ ആളുകളുണ്ട് ജോലിയില്ലെന്ന് ചോദിച്ചാൽ ഇല്ല ഉസ്താദെ ഗൾഫിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഗൾഫ് വിസ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ വെറുതെ നടന്നുകൊണ്ട് ആയുസ് മുഴുവനും നഷ്ടപ്പെടുത്തി നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെടുന്ന ഒരു രീതി ഒരിക്കലും നമ്മളിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് നല്ല ജോലികളിലേക്ക് നമ്മൾ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കണം സഹോദരന്മാരെ. ഇരിക്കട്ടെ, അതേപോലെ തന്നെ ആ ജോലി ചെയ്യലോടുകൂടി ആഖിറവും സമ്പാദിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആഖിറം സമ്പാദിക്കാൻ ശ്രമിക്കണോ സുഹൃത്തുക്കളെ? അല്ലാഹു തആല നല്ല ആരോഗ്യം തന്നില്ലേ? ആ ആരോഗ്യമുള്ള സമയത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ നോക്കണം. നിസ്കാരം കളാക്കുന്ന ഒരു രീതി ഒരിക്കലും നമ്മളിൽ ഉണ്ടാകരുത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പള്ളിയിലുള്ള ജമാഅത്ത് യുവാക്കളെ നമ്മൾ ഒഴിവാക്കരുത്. നമ്മളെ കൂട്ടത്തിൽ എത്ര പ്രായമുള്ള ആളുകളാണ്, അവർക്ക് നടന്നുകൊണ്ട് വരാൻ കഴിയുന്നില്ല. അതേ സുഹൃത്തുക്കളെ, ഒരു കോലും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന എത്ര വയസ്സന്മാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. ആ വയസ്സരങ്ങ പ്രായം അള്ളാഹുടെ പള്ളിയിൽ വന്നിട്ട് നിന്നിട്ട് നിസ്കരിക്കുക സാധ്യാവില്ല. അങ്ങ് തെച്ചിട്ട് അതാ കുറിച്ച് നിസ്കരിക്കുമ്പോ ഉസ്താദേ മരിക്കടത്തോളം നിന്നിട്ട് നിസ്കരിക്കുക മരിക്കടത്തോളം പള്ളിയുടെ ജമാഅത്ത് കത്തുകൊറു. എത്ര വയസ്സിന് ആൽമാർ നിങ്ങളൊട്ടുക ചൊല്ലാറ് സുബ്ഹാനല്ലാഹ്. വയസ്സിന് എത്ര ആൽമാർ സുബഹി ഗണിച്ചിട്ട് പള്ളിക്ക് നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ പണ്ടങ്ങ ഉള്ളാറ്. അതേ സമയത്ത് ബാല്യക്കാരായ ഞങ്ങ, വയസ്സില്ലാത്ത ബാലക്കാരായ ഞങ്ങ സുബ്ഹാനല്ലാഹ് ഗണിച്ചിട്ട് പള്ളിക്ക് പോകും സാധ്യാവില്ല. സുഹൃത്തുക്കളെ, ഇത് ഏറ്റവും വലിയ നഷ്ടമല്ലയോ? ഇത് ഏറ്റവും വലിയ പരാജയമല്ലയോ? അതുകൊണ്ട് ഞങ്ങളെ റായത്തെ ബയസമാരെ നോക്കിയിട്ട് പ്രായം നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണോ. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാരാ, ആയുസ് അനാവശ്യത്തിൽ കളയാനുള്ളതല്ല. ആയുസ് അനാവശ്യത്തിൽ കളയാനുള്ളതല്ല. നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുശ് ശാബല്ലദീ യുഫ്നീ ശബാബഹു ഫീ ത്വാഅത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ബാലക്കാരാറ് ഗൊന്തുണ്ട. അല്ലാഹുടെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചൊല്ലു, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ബാലക്കാരാറുണ്ട് കേട്ടെങ്കിൽ യുഫ്നി ശബാബഹു ഫീ ത്വാഅത്തില്ലാഹ്. അള്ളാഹുടെ ത്വാഅത്തിലായിട്ട്, അള്ളാഹുടെ ഭയപ്പാടലായിട്ട് ആയുസ് തീർക്കിടങ്ങ, യുവത്വത്തെ തീർക്കിടങ്ങ, അങ്ങായിട്ടിക്കട അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽമാറ്. സഹോദരന്മാരെ, ഒരു 63 വർഷത്തെ ഈ ജീവിതത്തില് ആർഗോ ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ഞങ്ങൾ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ശ്രമിക്കണം. ആരമാ ഫോളോ എന്തെങ്കിലും ഞങ്ങൾ ആക്കണോ. സഹോദരന്മാരെ, ഞങ്ങൾ ഫോളോ അപ്പ് ആക്കണായത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ, അവിടുത്തെ സ്വഹാബത്തിലല്ലേ ബാലക്കാർ മക്കളെ, സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ബാലക്കാര അല്ലാഹുടെ ത്വാഅത്താക്കട ബാലക്കാര. വേറെയും ധാരാളം ഹദീസുകളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ഇന്ന അഹബ്ബൽ ഖലായിഖി ഇലല്ലാഹി അസ്സ വജൽ. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാലക്കാർ ആറുകൊണ്ടുണ്ട സൃഷ്ടികളിൽ വെച്ച് അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശാബുൻ ഹദസുസ്സിന്നി,
നല്ല ചെറിയ ബാലക്കാര, ചെറിയ ഏജിലുള്ള ബാലക്കാര പോണേല് കഴിഞ്ഞിട്ട് പോണിട്ട് പത്തൊലിമ്പോ അങ്ങനെയുള്ള പ്രായങ്ങളില്ലേ, ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഫീ സൂറത്തിൻ ഹസന, നല്ല രൂപമുള്ള ബാലക്കാര്, നല്ല താടിയുണ്ടോ, നല്ല കൈക്കാളുകൾ, നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് നല്ല സൗന്ദര്യമുള്ള ബാലക്കാരില്ലേ, ആ ബാലക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുക. ജഅല ശബാബഹു വ ജമാലഹു ലില്ലാഹ്. അവന്റെ യുവത്വത്തെ, അവന്റെ സൗന്ദര്യത്തെ അവന് തിരിച്ചിറവണാക്കിറ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടിയിട്ട്. സഹോദരന്മാരെ, അല്ലാഹുവിനായിട്ട് ജീവിക്കട മനുഷ്യ. ഫീ ത്വാഅതിഹി, അല്ലാഹുടെ ഭയപ്പെടുകയായിട്ട് ആരോഗ്യത്തെയും അതേ യൗവനത്തെയും ഉപയോഗപ്പെടുത്തിയ ബാലക്കാര, ആ ബാലക്കാര അല്ലാഹു ഏറ്റവും ഇഷ്ടമാണ്. ദാലിക്കല്ലദീ യുബാഹി ബിഹിർ റഹ്മാനു മലായികതഹു, അല്ലാഹുവിനായിട്ട് നല്ല തഖ്വയോടെ ജീവിക്കുന്ന ബാലക്കാരനുണ്ടല്ലോ, യുവാക്കളുണ്ടല്ലോ, യുവതികളുണ്ടല്ലോ, പള്ളിയിൽ 5 നേരം ജമാഅത്തിന് വേണ്ടി പോകുന്നവർ, പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവർ, ഇവിടെ ഉറൂസിന് വന്നിട്ട് മഹാന്മാരെ കുരുത്തവും പൊരുത്തവും വാങ്ങി തിരിച്ചു പോകുന്നതിന് പകരം ഏതോ ചന്തയിൽ ചുറ്റിയിട്ട് അനാവശ്യങ്ങളിൽ ഇടപെട്ടിട്ട് മഹാനായ വലിയുള്ളാഹിയുടെ കുരുത്തവും പൊരുത്തവും വാങ്ങാതെ, പൊരുത്തക്കേട് വാങ്ങാതെ പൊരുത്തത്തോടെ മടങ്ങുന്നവരില്ലേ, മജ്‌ലിസിൽ വന്ന് ഇൽമ കേൾക്കുന്നവരില്ലേ, നല്ലത് സദസ്സുകൾ നടക്കുമ്പോ അതിൽ പങ്കെടുക്കുന്ന മോമിനീങ്ങളില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, അഭിമാനം പറയുകയാ, മലക്കുകളെ, ഈ പടപ്പുകളെ, സൃഷ്ടികളെ ഞാൻ പടക്കുമ്പോ നിങ്ങൾ ഇവരെന്തിനാ പടക്കുന്നത്? ഇവർ രക്തമൊലിപ്പിക്കുന്നവരാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഈ സൃഷ്ടികളെ നിങ്ങൾ നോയിക്കോളൂ. ഇവര് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലെത്തുകയാണ്, അതേ ഖുർആൻ പാരായണം ചെയ്യുകയാ, ഇൽമിന്റെ മജ്‌ലിസിൽ വന്ന് നിൽക്കുകയാ. അല്ലാഹു തആല മലക്കുകളോട് അഭിമാനം പറയുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് യഖൂൽ, അല്ലാഹു തആല പറയാണ്, ഹാദാ അബ്ദി ഹഖ്ഖാ, ഇതെന്റെ ഒറിജിനൽ അടിമയാണ് കേട്ടോ. നിസ്കരിക്കാത്തവൻ അള്ളാന്റെ കോടതിയിൽ സ്ഥാനമില്ല, ഖുർആൻ മറിച്ചു നോക്കാത്തവൻ അള്ളാന്റെ യഥാർത്ഥ അടിമയല്ല, അതേ നല്ല കാര്യങ്ങളിൽ സംബന്ധിക്കാത്തവന് അള്ളാഹുവിന്റെ ഒറിജിനൽ അടിമയല്ല. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാത്തവനില്ലേ, ഭാര്യ മക്കൾക്ക് ചെലവിന് കൊടുക്കാതെ അവരെ വഴിയിലിടുന്നവനില്ലേ, അയൽവാസികൾക്ക് അക്രമം ചെയ്യുന്നവനില്ലേ, പള്ളിയെ ആദരിക്കാത്തവനില്ലേ, ആലിമീങ്ങളെ ബഹുമാനിക്കാത്തവനില്ലേ, സയ്യിദന്മാർക്ക് വില കൽപ്പിക്കാത്തവരില്ലേ, അവരൊന്നും അല്ലാഹുവിന്റെ ഒറിജിനൽ അടിമകളല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതുകൊണ്ട് അല്ലാഹു തആല എന്തെല്ലാം നന്മകൾ നമ്മളോട് കൽപ്പിച്ചോ, എന്തെല്ലാം അല്ലാഹു തആല വിരോധിച്ചതുണ്ടോ. ചെറുപ്പക്കാരാ, ആരോഗ്യമുള്ള സമയത്ത് കള്ളു കുടിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞില്ലേ, കഞ്ചാവ് വലിക്കരുതെന്ന് പറഞ്ഞില്ലേ, മയക്കുമരുന്നുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ലേ, അതൊന്നും കണക്കിലെടുക്കാതെ നീ അതാ അനാവശ്യങ്ങളിൽ ഇടപെട്ടു പോയില്ലേ. ഓ അതേ, നിന്റെ മൊബൈലിലോ മറ്റോ അന്യപുരുഷന്റെ നമ്പർ കേട്ടിട്ട്, അന്യപുരുഷൻ അന്യ സ്ത്രീയുടെ നമ്പർ വെച്ചിട്ട് രാപ്പകല് വ്യത്യാസമില്ലാതെ ചാറ്റ് ചെയ്ത് ഫോൺ വിളിച്ചു, അതേ നിന്റെ ആഖിറം നീ പരാജയപ്പെടുത്തിയില്ലേ.
നിനക്കുള്ള ഹലാലായ സമ്പത്ത് നിന്റെ കയ്യിലുള്ളത് നിന്റെ ബിസിനസിനോ, നിന്റെ വീടിനോ, നിന്റെ വാഹനത്തിനോ അത് തികയാത്തതിന്റെ പേരില് നിനക്കുള്ള ഹലാലായ സമ്പത്ത് തന്നിട്ട് അത് പോരാത്തതിന്റെ പേരില് നീ ബാങ്കുകളിലേക്ക് കയറിയിട്ട് പലിശ വാങ്ങിയില്ലേ, പലിശക്ക് വണ്ടി വാങ്ങിയില്ലേ, വീട് നിർമ്മിച്ചില്ലേ, ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയില്ലേ, നീയൊന്നും അല്ലാന്റെ ഒറിജിനൽ അടിമയല്ല കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ അല്ലാഹുവിന്റെ ഒറിജിനൽ അടിമകളാകണം, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളാകണം. ചെറുപ്പക്കാരാ, ആയുസ് തൊലച്ചു കളയല്ല, യുവത്വം നശിപ്പിച്ചു കളയല്ല. പാലക്കാർത്തി സഹോദരിമാരെ, കോളേജ് ക്യാമ്പസ് പോണ്ടോ യുവതിമാരെ, പ്രേമത്തെ പിരുസത്തെ മധുരത്തെ പലക്ക ചൊന്നിട്ടോ, നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ആക്കിയിട്ട് നിങ്ങളെ ബോയ് ഫ്രണ്ട് ചൊന്നിട്ട് വന്നിട്ടോ നിങ്ങളെ മങ്കാക്കുമ്പോ നിങ്ങൾ ആ ബാലക്കാരുടെ നമ്പിയിട്ട് നിങ്ങളെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുതേ യുവതികളെ. ഓ പ്രിയപ്പെട്ട ബാലക്കാർത്തി സഹോദരിമാരെ, നിങ്ങളെ പ്രേമിക്കോകോ, നിങ്ങളെ പ്രണയിക്കോകോ, ഏതെങ്കിലും ഒരു ബാലക്കാര വന്നേണ്ടായെങ്കോ ഇണ്ട് അവണ് നിങ്ങളെ പ്രേമിക്കണേണ്ടായെങ്കോ നാളെ അവണ് വേറെ കിട്ടുമ്പോ അവന്റെ പിറവത്തിലോ അവളുടെ പിറവത്തിലോ അവന് പോവാണ്ടിക്കില്ല. അതുകൊണ്ട് ഏതോ അന്യപുരുഷന്റെ അതേ കാപ്പറ്റ്യ പ്രേമത്തിനകപ്പെട്ടു ആഖിറം കളയരുത് കേട്ടോ. അല്ലാഹു തആല നിനക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് ചൊന്നാ വന്നത് അല്ലാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് യുബാഹി അല്ലാഹു തആല ബിഹിർ റഹ്മാനു മലായികതഹു. നമ്മുടെ വേദിയിലേക്ക് അൽ ഹാഫിള സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം ഇടതടവില്ലാത്ത കഠിന പഠന തപസ്സിൽ മെഴുകിയെടുത്ത അറിവിൻ വജ്രമണികൾ തരളിതമായ ശൈലിയിൽ അവതരിപ്പിക്കുന്ന പ്രഭാഷണ സിംഹാസനത്തിലെ രാജകിരീടം അൽ ഹാഫിള സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രഭാഷണ പീഠത്തിലെ വെള്ളി നക്ഷത്രം അൽ ഹാഫിള സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം നമ്മുടെ വേദിയെ ധന്യമാക്കിയിരിക്കുന്നു. എല്ലാവിധ സ്വാഗതങ്ങൾ നേരിക്കൊണ്ട് പ്രഭാഷണത്തിനായി സിറാജുദ്ദീൻ സഖാഫി ഉസ്താദ് അവരെ ക്ഷണിക്കുന്നു. എല്ലാവരും ഇരിക്കുക. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് അഭിമാനം പറയുന്ന വിഭാഗമാണ് ശാബുൻ, യുവാവ്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല അഭിമാനം പറയുകയാണ്. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ആരോഗ്യങ്ങളും യൗവനവും ചെലവഴിച്ച യുവാക്കൾ, ചെറുപ്പക്കാർ,
ആ ചെറുപ്പക്കാരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് അഭിമാനം പറയുന്നത്. ആ കൂട്ടത്തിൽ പെടാനല്ലേ സഹോദരന്മാരെ നമ്മൾ ശ്രമിക്കേണ്ടത്. അഥവാ വേറെ ഏതെങ്കിലും ദുനിയാവിന്റെ ആളുകൾ അവർ നമ്മളെ സംബന്ധിച്ച് കുറെ അഭിമാനം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണ് നമുക്ക് നേടാനുള്ളത്? അദ്ദേഹം വോളിബോളിന്റെ നല്ല പ്ലെയർ ആണ്, ക്രിക്കറ്റിന്റെ നല്ല ബാറ്റ്സ്മാൻ ആണ്, നല്ല ബൗളറാണ്. ഇങ്ങനെ ഒരാള് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണ് സഹോദരന്മാരെ നമുക്ക് ലഭിക്കാനുള്ളത്? അതേ സമയത്ത് അള്ളാഹുവിന്റെ ത്വഅത്തിലായി ആരോഗ്യവും യുവത്വവും ചെലവഴിച്ച നല്ല ശാബാണോ യുവാവാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് അഭിമാനം പറയുകയാണ്. ഹാദാ അബ്ദി ഹഖ്ഖാ, ഇയാളെന്റെ ഒറിജിനൽ അടിമയാണ്. അതുകൊണ്ട് ആ വിഭാഗത്തിലാണ് നമ്മൾ പെടേണ്ടത്. സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഇന്നൊന്നും അതിന് സമയമില്ല. നമ്മുടെ ആരോഗ്യങ്ങൾ കളയുന്നത് എന്തിലാണ്? ഇന്ന് കൂടുതൽ ആളുകൾ, നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യം കളയുന്നത് മൊബൈലിലാണ്. സഹോദരന്മാരെ, മൊബൈൽ വന്നതിന് ശേഷം നമ്മൾക്ക് ഒരു കൂട്ടുകാരെയും ആവശ്യമില്ല. പള്ളിയെ സംബന്ധിച്ച് നമുക്ക് ബോധമില്ല. സുബ്ഹാനല്ലാഹ്, നണ്ടൊട്ടുകൂർ പാലക്കാറ ചൊന്ന അവന്റെ ഒരു ചങ്ങായി അവണ്ടൊട്ടുക്ക് ചൊന്നോള ഒരു നാല് ജുമുഅത്ത് കണക്ക് ബല്യാസ പോകെത്തുക ഇല്ല. നാണ് പള്ളിയിലൂടെ പോയിട്ട് എത്തി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ജുമുഅ കഴിഞ്ഞിട്ട് ആൾമാർ പുറത്തു വന്നോളറ്. അപ്പൊ നാ കേട്ട എന്ത് നീന് ജുമുഅത്തേക്ക് വരാട്ടെ? എന്റെ ഒരു ചങ്ങായി കിടന്നിട്ട് അവന് കേട്ടോളൂ, അവന്റെ ചങ്ങായിട്ടൊക്കെ നീ എന്ത് ജുമുഅത്തേക്ക് വന്നിട്ടില്ല? അപ്പൊ അവന് ചൊന്നോല ഇതല്ല, ನಾನು സോപ്പത്തിൽ കിടന്നിട്ട് മൊബൈൽ ഒത്തിയോണ്ട് റീൽസ് നോക്കിയോ ഇന്ന് നക്ക് ടൈം ആയതേ ഗൊന്തായിട്ടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരവസ്ഥ സഹോദരന്മാരെ, വെള്ളിയാസയുടെ ജുമുഅത്ത് ടൈം ആയതുപോലെ അവനക്ക് ഗൊന്തായിട്ടില്ല. കുറെ ആൾമാർ ബസ്സിൽ വെച്ചിട്ട് ഇത് നോക്കുക ശുരുവാക്കിയിട്ടായെങ്കിൽ അങ്ങ് ഈലിയുടെ സ്റ്റേഷന് പോലും അങ്ങ് കൊന്തിക്കില്ല, നിലപ്പിക്കല്ല. സ്റ്റോപ്പ് എവിടെ ഉണ്ട് പോലും അങ്ങ് നിലപ്പിക്കല്ലേ. അങ്ങനെ എവിടെമാ പോയിട്ട് ഈലിടെണിക്കത്തെ അവസ്ഥാവിശേഷങ്ങൾ കണ്ടോണ്ടിക്കർ സഹോദരന്മാരെ. ഇതിനെല്ലാം കാരണം എന്തേ? മൊബൈലിന്റെ സുലാഭത്തിൽ നോക്കിടെണിക്കത്തെ റീൽസും ആയിട്ടിക്കട്. അല്ലാഹു തആല ഞങ്ങളെ സലാമത്താക്കി തരട്ടെ. റീൽസ് ചൊന്നെങ്കിൽ ചിലപ്പോ ബയസിന് ഞങ്ങൾക്ക് ഉമ്മ മാറുക, ബയസിന് അബ്ബ മാറുക കൊന്തിക്കല്ല റീല് ചൊന്നിട്ടെങ്കിൽ റീല് ചൊല്ലത് പണ്ട് ഞങ്ങളെ ബീഡി കെട്ടുമ്പോ സൂപ്പറെ ഒട്ടിക്ക് വെച്ചോ ഇന്ന് ഒരു റീൽ ഉണ്ടോ, നൂലിന്റെ റീൽ. ആ റീല് മാത്രമായിട്ട് ഇന്ന് കുറെ ആൾമാർ കൊത്തില്ല. ഇണ്ട് അതല്ല റീല് ചൊന്നെങ്കില് ചെറിയ ചെറിയ സിനിമ പിക്ചറിങ്ങായിട്ട് കിട് സഹോദരന്മാരെ, ചെറിയ ചെറിയ ക്ലിപ്പിങ്ങായിട്ട് കിട്. അതിലുള്ളത് എന്ത്? അതിൽ ഏകദേശവും കള്ളത്തരങ്ങളാണ്, ഏകദേശ കോമഡികളാണ്. കോമഡി മനുഷ്യന്മാരെ ചിരിപ്പാട്ടുവാനായിട്ട് കള്ളത്തര അഭിനയിച്ചിട്ട് കളവ് ചൊന്നിട്ട് മനുഷ്യന്മാരെ ചിരിപ്പാട്ടേ ഇതായിട്ട് ഇക്കട് സഹോദരന്മാരെ റീൽസിലുള്ളത്. അതിലല്ലേ ഞങ്ങളെ ആയുസ് ഞങ്ങൾ ചെലവാക്കിക്കൊണ്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ്. വൈലെന്ന നരകമാണ് ലില്ലദീ ഒരു മനുഷ്യനുള്ളത്, യുഹദ്ദിസു ബിൽ ഹദീസ്. അദ്ദേഹം കുറെ സംഗതികൾ ഇവിടെ ജനങ്ങളോട് പറയൂ. ചില ആളുകൾ പറയല് മാത്രമല്ല, റീൽസുകളിൽ പലതും ആക്കി കാണിക്കുകയാണ്. സഹോദരന്മാരെ, അങ്ങനെ കാണിക്കുന്നത് എന്തിനാണ്? ലിയുദ്ഹിക ബിഹിൽ ഖൗമ, ജനങ്ങളെ ചിരിപ്പിക്കാനാണ്. ജനങ്ങളെ ചിരിപ്പിക്കാനാണ് അവർ ചെയ്യുന്നത്. ഫയക്ദിബു, അവനെന്നിട്ട് കളവുകൾ ധാരാളം പറയോ. വൈലുല്ലഹു വൈലുല്ലഹു, വൈലെന്ന നരകം അവനുണ്ട്, വൈലെന്ന നരകം അവനുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി. കള്ളത്തരം പറയലും ജനങ്ങളെ ചിരിപ്പിക്കലോ അവനാണ് വൈലെന്ന നരകമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളത്തരത്തെ പറ്റി എത്ര ഗൗരവത്തോടെയാ പറഞ്ഞത്. മിഅ്റാജിന്റെ രാത്രി കളവ് പറയുന്നവർക്കുള്ള ശിക്ഷ അല്ലാഹു തആല അതേ കാണിച്ചു കൊടുത്തില്ലേ?
ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരിച്ചു കൊടുക്കുന്നു, നബിയേ അമ്മർ റജുലുല്ലദീ അതൈത അലൈഹി, അതേ നബിയേ തങ്ങളൊരു ചെറുപ്പക്കാരനെ കണ്ടില്ലയോ, ആ ചെറുപ്പക്കാരനോ അവന്റെ കവിൾത്തടം ഇങ്ങനെ കൊത്തിവലിക്കുന്നുണ്ട്, ഇലാ കഫാഹു അവന്റെ പെരടിയിലേക്ക്, അതേ വഅൈനഹു ഇലാ കഫാഹു അവന്റെ കണ്ണുകളിലേക്ക് ഇരുമ്പിന്റെ കൊക്കയിട്ടുകൊണ്ട് അതേ പെരടിയിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിച്ച് പറിക്കുകയാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് തങ്ങള് കണ്ടില്ലയോ നബിയേ? ആ ചങ്ങായി ആരാണെന്നറിയാമോ? അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. എന്നിട്ട് അദ്ദേഹം കളവ് പറയുകയാ. കളവ് പറഞ്ഞാലോ അതെ ആ കദിബ് കളവുണ്ടല്ലോ, എല്ലാ ഗോളങ്ങളിലേക്കും എല്ലാ നാടുകളിലേക്കും അത് എത്തുകയാണ്, ഒരേ സ്പോട്ടിൽ തന്നെ എത്തുകയാണ്. ഓ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നോ ഈ മുഅ്ജിസത്ത്, അത്ഭുതമായ ഫലക്ക് എത്ര അത്ഭുതകരമാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഈ മൊബൈല് ഇത് ഇപ്പുറത്ത് കണ്ടുപിടിച്ചതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മൊബൈൽ ഉണ്ടാ ഇല്ല. ഒരു കാര്യം ഈ റായത്ത് പോയിട്ട് എന്നൊരു റായത്തിൽ ചൊല്ലണുണ്ടായെങ്കിൽ തിങ്ങുലുകെട്ടലെ യാത്ര ചെയ്തിട്ട് വേണു സുഹൃത്തുക്കളെ, അഥവാ ഏതെങ്കിലും ഒരു ഗവർണർമാർക്ക് ഒരു വിഷയ തിരിപ്പാട്ടമുണ്ടായെങ്കിൽ ആ റായത്തുള്ള ഗവർണർമാർക്ക് കടലാസിൽ കത്തെഴുതിയിട്ട് അങ്ക ആ വിഷയത്തെ തിരിപ്പാട്ടണോ, ആ മദീന ഷരീഫിൽ നടക്കുന്ന വിഷയ ലൈവായിട്ട് ഒരിക്കലും ഇന്ത്യ രാജ്യത്തേക്ക് ലൈവായിട്ട് എത്തില്ല. അങ്ങനത്തെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തോ എന്നൊരു കാലഘട്ടമുണ്ട് അണ്ട് മനുഷ്യ അവന്റെ ഔത്തര ഉൽഗത്തെ സ്വബൈക്ക് എഴുന്നേറ്റിട്ട് ഒരു കളവ് ചൊന്നിട്ടായെങ്കിൽ ആ കളവ് അതേ സെക്കൻഡിലോ ലോകത്തെ എല്ലാ ഭാഗത്തും അത് എത്ര, ആ കളവ് ലോകത്തെ എല്ലാ ഭാഗത്തും എത്ര. സുബ്ഹാന ജല്ല ജലാലുഹു. സഹോദരന്മാരെ, ഇണ്ട് ഞങ്ങൾ ഒരു കളവ് ടൈപ്പാക്കിയിട്ട് ഒരു കളവ് കള്ളത്തരമുള്ള റീൽസ് അഥവാ ഏതെങ്കിലും ട്രോൾ ആരെങ്കിലും പരിഹസിക്കരുത്. സുബ്ഹാനല്ലാഹ്, അത് ഇണ്ട് നിങ്ങൾ നോക്കൂ. ഞങ്ങൾ അതിങ്ങനെ എഴുതിയിട്ട് അതിലെ ഒരു സെൻഡിങ് ബട്ടൺ ഒത്തിങ്കിലുമായി ആ സ്പോട്ടിൽ അമേരിക്കത്ത് കാണുകാവില്ലേ, അത് UK കാണുകാവില്ലേ, യൂറോപ്പിൽ കാണുകാവില്ലേ, ലോകത്തെ ഏത് രാഷ്ട്രത്തിലാണ് ഇത് കാണാൻ കഴിയാത്തത്? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാണ്. സ്വദഖ്ത യാ റസൂലല്ലാഹ്, തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് നബി, എത്ര വാസ്തവമാണ് നബി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യുവാക്കളെ, നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നത് ഇതിലാണ് കേട്ടോ. മറ്റൊന്ന് ട്രോളുകൾ നോക്കലാണ്. രാഷ്ട്രീയക്കാരെ ആയാലും മുതലാളികളെ ആയാലും ആലിമീങ്ങളെ ആയാലും ട്രോളുന്നവരില്ലേ, പരിഹസിക്കുന്നവരില്ലേ. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ വാള് പറയുന്ന പണ്ഡിതന്മാർ, മഹാനായ പേരോട് ഉസ്താദിനെ പോലെ, സിറാജുദ്ദീൻ അൽ ഖാസിമി ഉസ്താദിനെ പോലെ വലിയ പ്രഭാഷകന്മാരുടെ പ്രസംഗത്തിന്റെ തുണ്ടുകൾ എടുത്ത് ട്രോളുന്നവരില്ലേ, മിഡ്ലിപ്സുകൾ ചെയ്യുന്നവരില്ലേ. ഓ ചെറുപ്പക്കാരാ, പടുജാഹിലിന്റെ പരിപാടിയാണോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു കൊലപാതകം നടന്നപ്പോ ആ കൊല്ലപ്പെട്ട കൊലയാളിയെ പിടിക്കാൻ സഹോദരന്മാരെ മൂസാ നബി അലൈഹിസ്സലാം ഒരു പശുവിനറുക്കാനാണ് അവരോട് പറഞ്ഞത്. നിങ്ങളൊരു പശുവിനൊരു പൈഡ നിങ്ങൾ അറുക്കണോ? പൈഡ അറുത്തേണ്ടായെങ്കിൽ നീ കൊന്ന കൊലയാളി ആറിട്ട് കണ്ടുപിടിക്കുക.
ഇത് ചൊന്നപ്പോ അങ്ങ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമരോട്ട് കേട്ടാറ്, അതസ്തഹ്സിഉ ബിനാ, മൂസാ നബിയെ നിങ്ങളെ കളിയാക്കിടമാ, നിങ്ങളെ ബക്രാക്കിയുള്ളാറാ. ഒരാൾ മരിച്ചു കിടക്കിട് അയാളെ കൊന്നാറിട്ട് കണ്ടുപിടിക്കൊണ്ടായെങ്കിൽ പൈഡർക്കൊണ്ടായിട്ട് നിങ്ങൾ ചൊന്നോണ്ടല്ലേ, ഇത് ഞങ്ങളെ കളിയാക്കിടല്ലേ, നിങ്ങൾ പരിഹസിക്കിടല്ലേ, ട്രോളിംഗ് ആക്കിടല്ലേ. മൂസാ നബി അലൈഹിസ്സലാം ചൊന്നവ, ഇത് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹു ബഖറ, നിങ്ങൾ പൈയിടർക്കണോ ചൊന്നിട്ട് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാം റൊട്ടുക ചൊന്നപ്പോ ഖാലൂ, അങ്ങ് കേട്ടാറ് മൂസാ അതത്തഖിദുനാ ഹുസുവാ, നിങ്ങ ഞങ്ങളെ കളിയാക്കിടമാ മൂസാ നബി, നിങ്ങ ഞങ്ങളെ മസ്കരിയാക്കിടമാ. മൂസാ നബി അലൈഹിസ്സലാം ചൊന്ന ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, കളിയാക്കിട സ്വഭാവ മുസ്ലിമിന്റെ സ്വഭാവമല്ല, ഈമാനുള്ളവന്റെ സ്വഭാവമല്ല, സാലിഹീങ്ങളെ സ്വഭാവമല്ല, അത് ജാഹിലീങ്ങളെ സ്വഭാവമാണ് കേട്ടോ. ഞാനൊരിക്കലും ജാഹിലല്ല, അതുകൊണ്ട് ട്രോളുന്നവര് നിങ്ങൾ വിഡ്ഢികളാണ്, നിങ്ങൾ ജാഹിലീങ്ങളാ. ഇത് പറയുന്നത് ഞാനല്ല, പരിശുദ്ധ ഖുർആനാണ് കേട്ടോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിലാണ് നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നത്. ഉസ്താദേ, നാ സിനിമ നോക്കിയിട്ടില്ല, നാല് ക്ലിപ്പ് നോക്കി, അത്രമേ ക്ലിപ്പ് ഒന്നെങ്കിൽ പെണ്ണിങ്ങ തല കുത്തുന്ന ക്ലിപ്പല്ല, എക്സാമിന്റെ റൈറ്റിംഗ് ബോർഡ് കുത്തണിക്കത്തെ ക്ലിപ്പും അല്ല. ക്ലിപ്പ് ഒന്നെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസും ആയിട്ട് സഹോദരന്മാരെ, അതായിട്ട് നോക്കിയ നാണ് സിനിമ പിക്ചർ എന്ന് നോക്കില്ലേ. സുബ്ഹാനല്ലാഹ്, 4 ഗಂಟೆയുടെ 4 ക്ലിപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ 1 ഗಂಟೆയുടെ പിക്ചർ ആയിട്ട് സിനിമ ആയിട്ട് സഹോദരന്മാരെ. സിനിമ അല്ലേ ഞങ്ങൾ നോക്കിയുണ്ടല്ലോ നിങ്ങളെ മൊബൈലില്, അതല്ലേ ഞങ്ങൾ ആയുസ്സിൽ നിങ്ങൾ മുഴുവനും ചെലവാക്കുന്നത്. അള്ളാഹുടെ ദീനുടെ ഇൽമു ചൊല്ലുടെ സദസ്സിൽ പോലും വന്നിട്ട് മൊബൈൽ എത്തിയോണ്ടുള്ള എനിക്കത്തെ എത്ര മാൽ മാറിക്കില്ലേ. സഹോദരന്മാരെ, ഈ സദസ്സിൽ മലായിക്കത്ത് വന്നിരിക്കുന്നില്ലേ? ആ മലക്കിങ്ങ ഇൽമു കേൾക്കുമ്പോ ദുആത്ത് ആമീൻ ചൊല്ലുമ്പോ ഞങ്ങ മൊബൈൽ എത്തിയോണ്ടിന്നുണ്ടായെങ്കിൽ ഞങ്ങളെ മോത്തുക നോക്കിയിട്ട് മലക്കിങ്ങ ചൊല്ലാലേ, എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് ഇയാള്, ഇയാൾ എന്തൊരു വൃത്തികെട്ട മനുഷ്യനെന്ന് മലക്കുകൾ പറയൂലേ. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഏത് സമയത്തും മൊബൈൽ എന്നൊരു ആവൃത്തിയുണ്ടല്ലോ, നമ്മളിലതുണ്ടാകരുത്. നമ്മള് മൊബൈലിൽ സിനിമ കാണുന്നവരാകരുത്, പരിഹസിക്കുന്നവരാകരുത്, ട്രോളുന്നവരാകരുത്, റീൽസുകളിൽ സമയം കളയരുത്. അതെല്ലാം നമ്മൾ മാറ്റിവെക്കണോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാമിൻ ശാബിൻ യദഉ ലില്ലാഹി ദുനിയാ, അല്ലാഹുവിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതെ മാറി നിന്നാലോ, ഔ ലഹ്വഹാ, ദുനിയാവിന്റെ അനാവശ്യങ്ങളില്ലേ, തോന്നിവാസങ്ങളില്ലേ, അതിൽ നിന്നൊക്കെ മാറി നിന്നാലോ, വഹറമ ശബാബഹു ഫീ ത്വാഅത്തില്ലാഹ്, അവന്റെ ആയുസ് മുഴുവനും അല്ലാഹുവിന്റെ ത്വാഅത്തിലായി അവൻ ചെലവഴിച്ചാലോ, ഇല്ലാ അഅതാഹു അജ്റ 72 സുദ്ദീഖാ, 72 സുദ്ദീഖീങ്ങളുടെ പദവി അല്ലാഹു തആല കൂലി അവന് നൽകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ആയുസ് ഒരിക്കലും ഞങ്ങൾ അനാവശ്യത്തിൽ ചെലവഴിക്കരുത്, വേണ്ടാത്തരത്തിൽ ചെലവഴിക്കരുത്, അല്ലാഹു പൊരുത്തപ്പെടാത്തതിൽ ചെലവഴിച്ചുകൂടാ. ആയുസ് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച മഹാന്മാരായ സ്വഹാബത്ത്, അവരല്ലേ നമ്മുടെ മാതൃക, അവരല്ലേ നമ്മുടെ മുൻഗാമികള്, അവരെയല്ലേ നമ്മൾ തുടർന്ന് ജീവിക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ
സയ്യിദ് മദനി തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹു മഹാനവരുടെ സദസ്സിൽ വന്നിരുന്നു. ഇവിടെ വഅദ് കേൾക്കുന്ന മുഅ്മിനീങ്ങള്, ഇവിടെ ദുആഇന് ആമീൻ പറയുന്നവര്, ഈ സദസ്സെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് സാക്ഷി പറയുന്നതാ. മരിക്കുന്ന സമയത്ത് ഇതിന്റെ സന്തോഷം നമ്മൾ കാണുന്നതാ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മാ മിൻ അബ്ദിൻ യമൂതു ഇല്ലാ വയതറാ അൽ മലക്കാൻ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ചൊന്തു, ഏതൊരു മനുഷ്യവും മരിക്കുമ്പോൾ ഇല്ലാ വയതറാ അൽ മലക്കാനി, രണ്ട് മലക്കുകൾ അവന് കാണാണ്ടിക്കല്ലേ. ഞങ്ങളെ നല്ലതും ബെടക്കും എഴുതിയിട്ട് ഞങ്ങളൊട്ടുകേ ഇന്നെനിക്കത്ത മലക്കുങ്ങ, ആ മലക്കുങ്ങൾ അവന് കാണ്ട. സുബ്ഹാനല്ലാഹ്, റൂഹ് പോണ്ട സമയത്ത് ആ മലക്കുങ്ങ അവന്റെ വിളിച്ചിട്ട് ചൊല്ലാറ്, ഓ മനുഷ്യ, ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു തആല നിക്ക് സ്വർഗ്ഗ തരട്ടെ. ഏറ്റവും ഖൈറായ പ്രതിഫലം സ്വർഗമാണല്ലോ. അല്ലാഹു തആല നിക്ക് സ്വർഗ്ഗ തരട്ടെ. എന്തേ കാരണം? അത് മലക്കുകളെ ദുആയല്ലേ. ആ ദുആ അല്ലാഹു തആല തട്ടുമോ? അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ? ആ മലക്കുകളുടെ ദുആ എന്തിനാണ്? കമ്മിൻ മജ്ലിസിൻ സ്വഹീഹ് ഖദ് അജ്ലസ്തനാ. മോനെ, എത്ര നല്ല നല്ല മജ്ലിസുകളാണ്, വഅദിന്റെ സദസ്സുകളാണ്, ബുർദയുടെ മജ്ലിസുകളാണ്, ദിക്റിന്റെ സദസ്സുകളാണ്. ആ സദസ്സിലെല്ലാം നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയല്ലോ. നിനക്കല്ലാഹു സ്വർഗം തരട്ടെ. ഓ സുഹൃത്തുക്കളെ, നമ്മളിവിടെ വരുമ്പോ നമ്മൾ ഒരു വ്യക്തി മാത്രമല്ലല്ലോ, നമ്മളെ കൂടെ അതേ മലക്കുകളില്ലേ, മുൻകർ നകീർ, ആ രണ്ട് മലക്കുകൾ നമ്മളെ കൂടെ ഇല്ലേ? ആ മലക്കുകൾ നമ്മളെ കൂടെ വന്നിരിക്കുമല്ലോ. മലക്കുകൾ നമുക്ക് വേണ്ടി മരണസമയത്ത് ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ സഹോദരന്മാര്, നാസിറുൽ ഹയ്യ തങ്ങൾ ഉസ്താദ് അവർക്ക് നമ്മുടെ വേദിയെ ധന്യമാക്കിയിരിക്കുന്നു. അതേ സമയത്ത് കോഴിക്കോട് വലിയ ഖാളിയായ ബഹുമാനപ്പെട്ട സയ്യിദ് നാസിർ ഹയ്യി തങ്ങളവറുകൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു തആല സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ നേതൃത്വം ദീർഘകാലം അല്ലാഹു നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതേ സമയത്ത് നമ്മൾ നല്ല മജ്ലിസുകളിലേക്ക് പോയിരിക്കാതെ തോന്നിവാസത്തിന്റെ മജ്ലിസുകളിലാണ് നമ്മുടെ ആയുസ് നമ്മൾ ചെലവഴിച്ചതെങ്കിൽ ആ മലക്കുകൾ നമ്മൾക്കെതിരായി, ഞങ്ങൾക്കെതിരായിട്ട് ആ മലക്കുകൾ സാക്ഷി നിൽക്കുവാറ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ സദസ്സൊരിക്കലും അയലരെ സദസ്സല്ല. ഇപ്പൊ എഞ്ഞ നോക്കിയിട്ടായെങ്കും ബാലക്കാര് ഗുമ്പു സേറിയിട്ട് മൊബൈലില് ഗെയിം കളിക്കടോ, മൊബൈലില് ലൂഡോ കളിക്കറോ, അതിലൂടെ വേണ്ട സമ്പത്തിൽ ജീവിക്കണിക്കത്ത ആൽമാർ സമ്പാദ്യം ഹലാലാകണോ ഹറാമാകണോ അതിനെ സംബന്ധിച്ചൊരു ചിന്തയില്ല, അതിനെ സംബന്ധിച്ചൊരു ബോധവുമില്ലാത്ത എനിക്കത്ത ആൽമാർ ബാലക്കാരായിട്ട് ഞങ്ങൾ മാറിപ്പോയ സഹോദരങ്ങളെ. അതുകൊണ്ട് നാണിപ്പോ അത് വിശദമായി ചൊല്ല ഉദ്ദേശിക്കില്ല. ചൊന്ന വന്നത് ആ മജ്ലിസിലാണ് പോയി നീ തെച്ചതുണ്ടായെങ്കിൽ പള്ളിയിൽ നിന്ന് മഗ്രിബിന് ഹയ്യാലസ്സലാ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീ പോയി ഇരുന്നത് ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടിലാ, മറ്റുള്ള അനാവശ്യ സദസ്സുകളിലാ.
എങ്കിൽ ആ മലക്കുകൾ മരിക്കുന്ന സമയത്ത് നിന്നോട് പറയും, ഓ മനുഷ്യ, ലാ ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു തആല നിനക്കൊരിക്കലും നല്ലത് തരാതിരിക്കട്ടെ, നിനക്കൊരിക്കലും അല്ലാഹ് സ്വർഗം തരാതിരിക്കട്ടെ. കമ്മിൻ മജ്ലിസിൻ സൂഇൻ, എത്ര മോശപ്പെട്ട മജ്ലിസുകളാണ്, എത്ര വേണ്ടാത്ത മജ്ലിസുകളിലാണ് ഖദ് അജലസ്തന, നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത്. അതുകൊണ്ട് അല്ലാഹു തആല ഒരിക്കലും നിനക്ക് സ്വർഗം തരാതിരിക്കട്ടെ. ആ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നല്ല മജ്ലിസുകൾ എവിടെ കിട്ടുന്നുണ്ടോ ആ മജ്ലിസുകളൊക്കെ നമ്മളെ ധന്യമാക്കണോ. അൽഹംദുലില്ലാഹ്, ഈ നാട് നമ്മളെ നാടുകളിലേക്കൊക്കെ മാതൃകയായ നാടല്ലയോ. വർഷങ്ങൾക്ക് മുമ്പ്, 50-60 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സയ്യിദുനാ താജുൽ ഉലമ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹു പഴയ കാലങ്ങളിൽ ഇവിടെ ഉറൂസും വഅലും നടക്കുമ്പോ അവിടുത്തെ മഹത്തായ അതേ ശാരീരിക സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവിടുത്തെ ആത്മീയ സാന്നിധ്യവും നമ്മക്കുണ്ട്. അല്ലാഹു നമുക്ക് നൽകട്ടെ. അതെന്തൊരു ഗൗരവമുള്ള സദസ്സായിരുന്നു, എന്തൊരു ഗൗരവമുള്ള വേദിയായിരുന്നു. ഈ നാട്ടിൽ മുഴുവനും ഈമാനിന്റെ വെളിച്ചം വിതറിയ മഹാനല്ലയോ, നമുക്ക് ഹിദായത്തിന്റെ വഴികാട്ടിയ മഹാനല്ലയോ, നമുക്ക് നിസ്കാരം പഠിപ്പിച്ച മഹാനല്ലയോ, നമുക്ക് അല്ലാഹുവിന്റെ ദീനോദി തന്ന മഹാനല്ലയോ. ആ മഹാനവറുകൾ നമ്മുടെ ഈ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അതേ നോർത്ത് കർണാടകയിലെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ. അവിടെ ദീന് വളരെ കുറവാണല്ലോ, അവർക്ക് ദീനീ സംബന്ധമായ വിവരങ്ങളില്ലല്ലോ. അവർക്ക് അതുപോലെ നമ്മളെ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമ ഉപ്പാപ്പയെ പോലെ ഒരു സയ്യിദ് അവിടെ ഇല്ലായിരുന്നല്ലോ. അതിന്റെ കുറവല്ലയോ. അതുകൊണ്ട് ആ മഹാനിനോടുള്ള കടപ്പാട് ചില്ലറ കടപ്പാടല്ല, ചില്ലറ ബാധ്യതയല്ല. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ അതാ വഫാത്തിനു ശേഷം നമുക്കൊക്കെ നേതൃത്വം നൽകിയ സയ്യിദുനാ കൂറത്ത് തങ്ങൾ അല്ലാഹു അവിടുത്തെ ദറജയും ഏറ്റിക്കൊടുക്കട്ടെ. ആ രണ്ട് മഹാന്മാർ നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. അവിടുത്തെ ഉറൂസ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 26 മുതൽ 29 വരെ കൂറത്ത് വെച്ച് നടക്കാനിരിക്കുന്നു. നിങ്ങളെല്ലാവരും അതിന് സാക്ഷികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ രണ്ട് മഹാന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അവര് വളരെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. സയ്യിദുനാ താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ നമ്മുടെ തൊട്ടടുത്താണല്ലോ. കൂറത്ത് തങ്ങൾ നമ്മളെ തൊട്ടടുത്താണല്ലോ. ഒരു ജമ്മു കസറിന്റെ വൈദൂരമില്ലല്ലോ. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ സ്വഹാബത്ത് പരിഭ്രാന്തരായി പോയി. പരിഭ്രമിച്ചു പോയപ്പോ സ്വഹാബത്തിന് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പാട്ടുപാടിയിട്ട് സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ചതെന്താണ്? വലഖദ് വലദ്നാഹു വഫീനാ ഖബ്റുഹു വഫുളൂലു നിഅമതിഹി ബിനാലം തുജ്ഹദി. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയാലും നമ്മളിൽ നിന്ന് ദൂരത്തായിട്ടില്ല. വഫീനാ ഖബ്റുഹു, അവിടുത്തെ പരിശുദ്ധ റൗളയുള്ളത്, ഖബർ ഷരീഫ് ഉള്ളത് നമ്മുടെ നാട്ടിലാണല്ലോ. വഫുളൂലു നിഅമതിഹി ബിനാലം തുജ്ഹദി. ആ ഹബീബ് നബി തങ്ങളെ കൊണ്ട് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് നിർന്നു പോയിട്ടില്ല, അത് അസ്തമിച്ചിട്ടില്ല.
അത് തന്നെയാണ് മഹാനായ താജുൽ ഉലമ ഉപ്പാപ്പയിലോ ഇവിടുത്തെ തങ്ങൾ ഉപ്പാപ്പയിലോ നമുക്ക് പറയാറുള്ളത്. അവിടുത്തെ ദറജകൾ കൊടുക്കട്ടെ. ആ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീണ്ട പ്രഭാഷണം നടത്തി നമ്മെ അറിവിൻ വിസ്മയ തീരത്തേക്ക് കൈപിടിച്ചാനയിച്ച സിറാജുദ്ദീൻ സഖാഫി കന്യാന ഉസ്താദ് അവർക്കൊരായിരം അഭിവാദ്യങ്ങൾ. വേദിയിൽ വീണ്ടും ഒരുപാട് പണ്ഡിത സാദാത്യങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് സ്വാഗതം അരുളുവാൻ